ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്കൊരു അടിപൊളി ചായപലഹാരമാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് സ്നാക്കായിട്ട് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തിന്നാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ. നമ്മൾ റമദാനൊക്കെ എത്താനായി, അപ്പോൾ അതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അതാ ഒരു 2 മീഡിയം സൈസുള്ള ഉള്ളി ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. ചെറുതായിട്ടൊന്ന് കളർ ഒന്ന് സോഫ്റ്റ് ആവാൻ തുടങ്ങിയാൽ മതി ഈ ഒരു പാകം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള ക്യാപ്സിക്കവും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒരു 1-2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയാൽ മതിയിട്ട്. ഒരുപാട് അങ്ങ് വാടി കുഴഞ്ഞ് വരണ്ടില്ല. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കളറൊന്ന് ആ ഒരു ഗ്രീൻ കളർ ഒന്ന് മങ്ങാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത്. അതതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് പരത്തി വെച്ചിട്ട് 1 മിനിറ്റ് നേരം ഇളക്കാണ്ട് വെക്കുക. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ പച്ചമണം പെട്ടെന്ന് അങ്ങ് മാറി വരും കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റിന് ശേഷമാണ് ഇത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു സ്മെല്ല് വരും. ഇനി ഇതിലേക്ക് കുറച്ച് സോസാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ ഞാൻ നല്ല കട്ടിയുള്ള സോയാ സോസ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിന്. പിന്നെ വേണ്ടത് സ്വീറ്റ് ചില്ലി സോസാണ് ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ സാധാരണ നമ്മളെ ടൊമാറ്റോ കെച്ചപ്പാണ്, അതും ഒരു 2 ടേബിൾ സ്പൂൺ. ഇനിയിപ്പോൾ വേണ്ടത് ഒറിഗാനോ, നമ്മൾ പിസ്സയിലൊക്കെ ഇടുന്ന ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ചേർത്ത എല്ലാ സോസിലും ഉപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട ഉപ്പ് മാത്രമേ നമുക്ക് ചേർക്കേണ്ടിയുള്ളൂ. എന്നുള്ളു മതി. ഒരു 1/4 ടീസ്പൂണൊക്കെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ചിക്കൻ ആണെങ്കിൽ ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഉപ്പ് മതി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇവിടെ വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച ചിക്കനാണ് ഇട്ടത്. ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് ഇതൊന്ന് പിച്ചെടുത്തതാണ്. ഏകദേശം ഇതിൻ്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു 2 കപ്പൊക്കെ ഉണ്ടാവും ഈ ഒരു ഇറച്ചി. വെന്തതിന് ശേഷമുള്ള ഇങ്ങനെ ഷ്രെഡ് ചെയ്തതിന് ശേഷമുള്ള അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതൊന്നും അങ്ങനെ ഒരു കറക്റ്റ് അളവൊന്നുമില്ല. ഈ ഒരു വെജിറ്റബിൾസ് ആയാലും ചിക്കൻ ആയാലും ഒന്നിനും അങ്ങനെ ഒരു കറക്റ്റ് അളവൊന്നും വേണമെന്നില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു വെജിറ്റബിൾസും അതിൽ ചേർത്ത എല്ലാ സോസും എല്ലാം ഒന്ന് ചിക്കനിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. പിന്നെ വേണ്ടിയ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് വേണ്ടി കേട്ടോ. 2 ടേബിൾ സ്പൂണാണ് എടുത്തത്. ഇനി ആ ഒരു പൊടീൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറണം. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ശരിയാവും കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വയറ്റിയൊന്നും ചെയ്യേണ്ടില്ല. പൗഡറല്ല, അപ്പോൾ പെട്ടെന്ന് അങ്ങ് വാടി വരും. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രഷ് മിൽക്കാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. 1 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മസാല ഒരു കുഴഞ്ഞ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു പാലും ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് ഒരു കറക്റ്റ് പാകത്തിലുള്ളതായി വരണം. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ഞാനതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ചെറിയ തീയിൽ. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പാലൊക്കെ നന്നായിട്ട് വറ്റി ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഫുള്ളായിട്ട് അങ്ങ് മാറിക്കിട്ടും കേട്ടോ. എന്നാലും നല്ല കുഴഞ്ഞ ഒരു രൂപത്തിൽ തന്നെയാണ് ഈ ഒരു ഫില്ലിംഗ് ഉള്ളത്. അടിപൊളി ടേസ്റ്റിയാണ്. ഇതിപ്പോൾ കണ്ടോ. ഇനി ഇത് ഇറക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പാണ്. അതിനൊരളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ചൂടന്നെ മതി കേട്ടോ. നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കിയതിന് ശേഷമാണ് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തത്. ഇതാണ് നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് വേണ്ടിയ ഫില്ലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അടിപൊളി ഫില്ലിംഗ് ആണ്, നല്ല ടേസ്റ്റിയാണ്, ഒരു ക്രീമി ടെക്സ്ചറിലുള്ള ഒരു ഫില്ലിംഗ് ആണ്. ഇനിയിപ്പോൾ വേണ്ടത് ബ്രെഡാണ്. പുതിയ ബ്രെഡ് തന്നെ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ട് 2 ദിവസം ആയിപ്പോയി എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച ബ്രെഡൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ പരത്തുന്നതിന് പകരം ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം പരത്തിയാൽ മതി. എന്നാലും കുഴപ്പമില്ല കേട്ടോ. പുതിയതാണെങ്കിൽ പിന്നെ സ്റ്റീം ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പരത്താൻ വേണ്ടി പറ്റും. അന്നത്തെ ഡേറ്റിലുള്ള ബ്രെഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പരത്താൻ ഈസിയാണ്. ഇനിയിപ്പോൾ അതാ ഒരു രണ്ടും പരത്തിയതിന് ശേഷം ഞാനിവിടെ ചെഡാർ ചീസ്, നമ്മളെ ബർഗറിലൊക്കെ ഇടുന്ന ചീസാണ്, അതിനൊരു 2 ചെറിയ പീസാക്കി മുറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫില്ലിങ് ഇതിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കാം. അതൊരു റൗണ്ടായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫില്ലിങ് നമുക്കൊന്ന് റൗണ്ടായിട്ട് വെച്ച് കൊടുക്കാം, പുറത്തേക്കൊന്നും ആവാത്ത രീതിയിൽ. ഇപ്പോൾ നല്ല റൗണ്ടാക്കി വെച്ചാണ്. ഇനിയിപ്പോൾ തിരിച്ച് ആ ഒരു മേലുള്ള ഇതില്ല, ആ ഒരു ബ്രെഡ് അതിൻ്റെ മേലെ ഒന്ന് ചെറുതായിട്ട്, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒന്ന് വെള്ളം തൊട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇത് വേണമെന്ന് ഒരു നിർബന്ധവും. നമ്മളിത് ഒന്നും കൂടെ മുക്കാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഒട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് തിരിച്ച് ഇതിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. ആ ഒരു ചീസ് ഇതിൻ്റെ മേലെയും വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത ബ്രെഡ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു കട്ടർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ കുപ്പിൻ്റെ അടപ്പെടുത്താൽ മതി. നിങ്ങളെ ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള അടപ്പെടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ നടുവിൽ വരുന്ന കണ്ടില്ല, നല്ല വട്ടത്തിൽ ഒരു ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ബോൾ പോലെ ആയിട്ട് വരും. ഇതിനെ അടഞ്ഞിട്ടില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിത് മുക്കിയിട്ട് ഫ്രൈ ചെയ്യാനുള്ളതാണ്, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ആയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിനൊന്നും അടച്ചെടുക്കാനൊന്നും നോക്കണ്ടില്ല. ഇങ്ങനെ മതി. ഇതുപോലെ എല്ലാം ആക്കി എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഈ നമ്മൾ മുറിച്ച് ബാക്കിയുള്ള ഈ ഒരു ബ്രെഡില്ല, അത് വേസ്റ്റ് അല്ല, അത് നന്നായിട്ട് ഒരു മിക്സിയിൽ പൊടിച്ചതിന് ശേഷം ഫ്രൈ പാനിൽ ചൂടാക്കി എടുക്കാനുള്ളതാണ്. അതാണ് ബ്രെഡ് ക്രംസ് ആയിട്ട് നമ്മളിന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതവിടെ മാറ്റി വെക്കണം. ഇനിയിപ്പോൾ അടുത്ത ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ അത് 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനൊന്നും കൂടെ ഓർമ്മപ്പെടുത്താണ്, പുതിയ ബ്രെഡ് അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്താൽ മതി കേട്ടോ. ഒന്ന് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് 1 മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം പരത്തുകയാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. രണ്ടും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 സ്ലൈസ് ചെറിയ ചീസ് എടുക്കുക. അടിയിലും മേലെയും വെക്കാനുള്ളതാണ്. അപ്പോൾ അതാ നടുവിലായിട്ട് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെഡാർ ചീസാണ് എടുത്തത്. എന്താണെന്ന് വെച്ചാൽ ഒരു ക്രീമി ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾക്ക് വലിഞ്ഞ് വരുന്ന ചീസാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ മൊസറല്ല ചീസ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ല ക്രീമിയാണ്, എൻ്റെ ഫില്ലിങ്ങും ക്രീമിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ചീസും ചേർത്ത് കൊടുത്തു കേട്ടോ. നല്ല ക്രീമി ആയിട്ട് നല്ല ഫില്ലിങ് ഇങ്ങനെ വരും, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് വെള്ളം എല്ലായിടത്തും തൊട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ബ്രെഡ് വെച്ചിട്ട് ഇതിനൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് മെല്ലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മുറിച്ചെടുക്കുക. ഇപ്പോൾ അതാ നമ്മളെ രണ്ടാമത്തെ സ്നാക്ക് ഇവിടെ റെഡി ആയിന്. ഇതിപ്പോൾ കണ്ടില്ലേ. ഇനി ആ മുറിച്ച് വെച്ചത് മൊത്തം ഞാൻ മിക്സിയിലിട്ടിട്ട് അടിച്ചതിന് ശേഷം ഒരു ഫ്രൈ പാനിൽ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുപ്പിയിലാക്കി വെക്കുകയും ചെയ്യാം. ചൂടാക്കി എടുക്കുന്ന നേരം ആവശ്യമുള്ളത് എടുത്താൽ മതി. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനെല്ലാം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ആ കളർ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അടിയിലും മുന്നിലുള്ള ലാസ്റ്റ് പീസ് ബ്രെഡില്ല, അതും ഞാൻ ഒഴിവാക്കിയിട്ടില്ല, അതിലും ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദപ്പൊടിയാണ് വേണ്ടിയത്. ഒരു 1/4 കപ്പ് മൈദപ്പൊടി എടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു മതി കേട്ടോ, 1/4 കപ്പല്ലേ മൈദപ്പൊടി ഉള്ളൂ. അപ്പോൾ ലേശം കുരുമുളകും ഒരു നുള്ളു ഉപ്പും പിന്നെ അതാ വെള്ളം കേട്ടോ. വെള്ളത്തിന് അങ്ങനെ കറക്റ്റ് അളവില്ല, ഒരു വെള്ളം പോലത്തെ ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാണ്ട് ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ആദ്യം കട്ടയില്ലാണ്ട് ഇളക്കാൻ വേണ്ടിയിട്ടാണ് കുറഞ്ഞ വെള്ളത്തിൽ കലക്കിയെടുക്കുന്നത്. ഇപ്പോൾ അതാ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടി കേട്ടോ, ഇങ്ങനെ ലൂസായിട്ടുള്ള ഒരു ബാറ്റർ. ഇനിയിപ്പോൾ അതാ ആ ഒരു ബ്രെഡ് പൊടിച്ചിട്ട് ഞാൻ മിക്സി പൊടിച്ചതിന് ശേഷം ചൂടാക്കി എടുത്തതാണ്. ഇനിയിപ്പോൾ അതാ നമ്മൾ ആ ഒരു ഓരോ സ്നാക്കും ഇതിലൊന്ന് മുക്കി കൊടുക്കുക. ആ ഒരു ബാറ്ററിൽ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ മുറിക്കുന്ന സമയത്ത് അത് ഒട്ടിയില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ ഇതിൽ മുക്കിയിട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കി അതങ്ങ് അടഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ 2 ഭാഗത്തും നന്നായിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസ് കൊണ്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. നമ്മൾ നോമ്പൊക്കെ വരുന്ന സമയത്ത് ഇത് ഫ്രിഡ്ജിൽ 1 മാസം വരെ ഫ്രീസറിൽ വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഇതെടുത്ത് പൊരിക്കാൻ വേണ്ടി പറ്റും. 1 മാസം വരെ നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. സിപ്പ് ലോക്കിൻ്റെ ബാഗിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ആക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓരോന്ന് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് എണ്ണ പൊരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഹെൽത്ത് നോക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് എയർ ഫ്രയറിലും ചെയ്തെടുക്കുക കേട്ടോ. ഒരു 170 ഡിഗ്രിയിലൊക്കെ ഒരു 10 മിനിറ്റ് ഒക്കെ മതിയാവും. 10 മിനിറ്റ് തന്നെ വേണ്ടി ഉണ്ടാവില്ല. അതിൻ്റെ മുന്നേ തന്നെ ചിലപ്പോൾ ആയി കിട്ടും. നോക്കി എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ ബേക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ബേക്ക് ചെയ്തിട്ടും എടുക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ടാണ് എടുത്തത്. പിന്നെ ഇതിനുള്ളിൽ വേവാനൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് കോരി എടുക്കാൻ വേണ്ടി പറ്റും. ഒരു മീഡിയം തീയിലിട്ടിട്ട് പൊരിച്ചാൽ മതി. പുറമെയുള്ള ആ ഒരു ഇത് മാത്രം നമുക്ക് ഒന്ന് മൊരിയാനേ ഉള്ളൂ. വേറെ ഉള്ളിൽ വെച്ചാൽ എല്ലാം നല്ല കുക്കായിട്ടുള്ള സാധനങ്ങളാണ്. ബ്രെഡും കുക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ വേവാനൊന്നും ഇതിലൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഒന്നിട്ടതിന് ശേഷം ഞാനിത് 2 ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗവും നന്നായിട്ട് ഒന്ന് ക്രിസ്പി ആയി വന്നാൽ നമുക്ക് എടുക്കാം കേട്ടോ. ഒരുപാട് നേരിട്ട് മൊരിച്ച് കളറൊന്നും മാറ്റേണ്ടിയില്ല. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്കിത് എണ്ണ ഒന്ന് കോരിയെടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സ്നാക്കാണ്. ഞാൻ പറഞ്ഞ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. സൂപ്പർ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഒന്ന് കഴിച്ചാൽ തന്നെ നല്ല വയറ് ഫില്ലാണ് കേട്ടോ.
അപ്പോൾ കണ്ടല്ലോ, ഉണ്ടാക്കാനും ഒരു പ്രയാസവും ഇല്ല. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പൊടി കുഴയ്ക്കുക പരത്തുക ഒന്നും ചെയ്യണ്ട. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. റമദാനൊക്കെയാണ് വരുന്നത്. വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.